നിങ്ങളുടെയും എൻ്റെ സ്കൂളിൻ്റെയും എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാ കുട്ടികളുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഉമേനല്ലൂർ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ സയൻസ് ക്ലബ്ബ്, മാത്തമാറ്റിക്സ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, കമ്പ്യൂട്ടർ ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ തയ്യാറാക്കിയ വർക്കിംഗ് മോഡലുകൾ, സ്റ്റിൽ മോഡൽ, ചാർട്ട് വർക്ക് എന്നിവ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമായി മാറി. സ്കൂൾ ഓഡിറ്റോറിയം ഹാളിൽ നടന്ന ആർട്ട് എക്സിബിഷൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സിസ്റ്റർ, അധ്യാപകരെ, മാനേജ്മെൻറ്റ് സ്റ്റാഫ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോന്നും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളും വളരെ സസൂക്ഷ്മം ഞാൻ നോക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നൽകുകയുണ്ടായി. സത്യത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയൊന്നും ശാസ്ത്രം വളർന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ പ്ലേ ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇവിടെ നമ്മുടെ CBSE ലെവലിൽ പഠിക്കുന്ന ഈ സ്കൂളിൽ, ചെറുപുഷ്പ സ്കൂളിൻ്റെ ഈ ഒരു സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിൽ എന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചതിനും ഈ ഒരു എക്സിബിഷൻ എനിക്ക് കാണുന്നതിനുള്ള ഈ ഒരു അവസരം നൽകിയതിനുള്ള നന്ദി ആദ്യമായിട്ട് പറയുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസേഫ, വൈസ് പ്രിൻസിപ്പൽ ജോർജ്, HOD അശോകൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD ഷിഞ്ചു എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക മെറീന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ അവരവരുടേതായിട്ടുള്ള കഴിവുകൾ അനുസരിച്ചുള്ള ആർട്ട് വർക്കുകൾ വളരെ മനോഹരമായി എക്സിബിഷൻ ഹാളിൽ സജ്ജീകരിച്ചു. സ്കൂൾ PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം. നമ്മുടെ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ എക്സിബിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ക്ലബ്ബുകളുടെയും ഇവിടെ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. അതിൽ മാത്സ് ക്ലബ്ബ്,